കേരള ഹൗസിൽ ഇന്നു മുതൽ ഇനി ബീഫ് കറി വിൽപ്പന ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസം ബീഫ് വിൽക്കുന്നു എന്ന് ആരോപിച്ച് ഇത്തരത്തിൽ കേരള ഹൗസിൽ ദില്ലി പോലീസ് കയറി പരിശോധന നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു. ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കുന്നതിനായി കൈരളി TV ഞങ്ങളുടെ MD ജോൺ ബ്രിട്ടാസ് തന്നെ ചേരുകയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇത്തരത്തിൽ കേരള ഹൗസിൽ കയറി ബീഫിന്റെ പേരിൽ ഒരു വലിയ തരത്തിലുള്ള പരിശോധന നടത്തിയിരിക്കുന്നു. അത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ ഇന്ന് മുതൽ ഇനി ബീഫ് നിരോധനം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് മുതൽ ബീഫ് ഇനി മുതൽ വിൽക്കില്ല എന്ന് ക്യാന്റീൻ അധികൃതർ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു. കേരള ഹൗസിലെ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നാല് വശങ്ങൾ ഈ പ്രശ്നത്തിനുണ്ട്. ഒന്ന്, കേരള ഹൗസിലെ സ്റ്റാഫ് ക്യാന്റീനിൽ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ബീഫ് കറി വിൽക്കുന്നതാണ്. ഞാൻ തന്നെ 1987 മുതൽ ആ ക്യാന്റീനിൽ നിന്ന് ഒരു 1.5 പതിറ്റാണ്ട് കാലം പല പ്രാവശ്യങ്ങളിൽ അവിടെ നിന്ന് ബീഫ് കഴിച്ചിട്ടുമുണ്ട്. കേരള ഹൗസ് ക്യാന്റീനിൽ ബീഫ് വാങ്ങിക്കൊണ്ടുവരുന്നത് കോർപ്പറേഷന്റെ അംഗീകൃത വിൽപ്പനശാലകളിൽ നിന്നാണ്. അതായത് ഡൽഹി കോർപ്പറേഷൻ സീലടിച്ച് അംഗീകാരം നൽകിയിട്ടുള്ള മാംസ വിൽപ്പനശാലകളിൽ നിന്നാണ് അവിടെ ബീഫ് കൊണ്ടുവരുന്നത്. ഇന്നേ വരെ അത് സംബന്ധിച്ച് ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, കേരള ഹൗസിന് സ്വന്തമായിട്ടൊരു അറവുശാലയോ അല്ലെങ്കിൽ ആടുമാടുകളെ കൊല്ലുന്ന ഇടവോ ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അധികൃതർ ചെയ്യേണ്ടിയിരുന്നത് ഈ വിൽപ്പനശാലകളിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ്. അതല്ലാതെ കേരള ഹൗസിലെ ക്യാന്റീൻകാർക്ക് പോയിട്ട് വാങ്ങിക്കൊണ്ടുവരുന്ന ഇറച്ചി അത് ഏതെങ്കിലും ലബോറട്ടറി പോയി പരിശോധിക്കാനുള്ള സംവിധാനമില്ല. അത് സാധാരണ ചെയ്യാറുമില്ല. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഒരു സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ ആസ്ഥാനമാണ് കേരള ഹൗസ്. ഒരു സംസ്ഥാനത്തെ ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു പോലീസ് സേന യാതൊരു പ്രകോപനവുമില്ലാതെ, ഒരു ക്രമസമാധാന പ്രശ്നമോ കൊലപാതകമോ ഒന്നുമില്ലാതെ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറി അടുക്കളയിൽ പോലും പരിശോധന നടത്താൻ കാണിച്ച ധാർഷ്ട്യം, എനിക്ക് തോന്നുന്നു അത് ശരാശരി മലയാളിയെ ക്ഷുഭിതനാക്കേണ്ടതാണ്. എന്നുവെച്ചാൽ ഇതൊരു മലയാളിയുടെ ആത്മാഭിമാനത്തിന് മുകളിലുള്ള ട്രപ്പീസ് കളിയാണ്. വേറെ ഏതെങ്കിലും സംസ്ഥാന ഭവനിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ബീഹാറിന്റെയോ UP-യുടെയോ സംസ്ഥാന ഭവനുകളിലേക്ക് ഡൽഹി പോലീസ് അനധികൃതമായിട്ട് ഇത്തരത്തിലുള്ള വളരെ ഫ്രിവലസ് ആയിട്ടുള്ള ഫ്ലിംസി ആയിട്ടുള്ള ഒരു കാരണം പറഞ്ഞ് കയറിയിരുന്നെങ്കിൽ ആ ജനത അവരെ തുരത്തി ഓടിക്കുമായിരുന്നു. ആ ജനതയുടെ ആത്മാഭിമാനം വ്രണപ്പെടുമായിരുന്നു. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു കടന്നുകയറ്റം സംഭവിച്ചിരിക്കുന്നു. പൗരസ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള ഒരു വലിയൊരു ആക്രമണം നടന്നിരിക്കുന്നു. ഒരു സംസ്ഥാന ജനതയുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയിരിക്കുന്നു. ഇതിനൊക്കെ എതിരെ ഒരു പ്രതികരണം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു മറിച്ചുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുത്തുന്നത്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ അതിഥി മന്ദിരമാണ് ദില്ലിയിലെ കേരള ഹൗസ്. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള നിരോധനവും ദില്ലിയിൽ നിലനിൽക്കുന്നില്ല. ബീഫ് നിരോധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു റെയ്ഡ് നടന്നിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതും. വർഗീയതയ്ക്കെതിരെ ശക്തമായി പോരാടുന്ന കേരളത്തിന്റെ ഒരു അതിഥി മന്ദിരം അല്ലെങ്കിൽ ആസ്ഥാനം എന്ന് പറയുന്ന കേരള ഹൗസിൽ ദില്ലി പോലീസ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടയുണ്ടോ? ഇത് ഉത്തർപ്രദേശിലെ ഏതെങ്കിലും ഗ്രാമത്തിലൊരു സാധാരണക്കാരന്റെ മുസ്ലിം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറാൻ വർഗീയവാദികൾ ശ്രമിച്ചുവെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണിത്. എന്താ കാരണം? ഇത് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഡൽഹി പോലീസ് പ്രവർത്തിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല. അതായത് കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പാണ് ഡൽഹി പോലീസിന്റെ ചുമതല നിർവഹിക്കുന്നത്. അത്തരമൊരു പോലീസ് സേന ഇതുപോലുള്ള ഒരു കാരണം പറഞ്ഞിട്ട് കേരള ഹൗസിലേക്ക് ഇരച്ചു കയറി എന്നുള്ളത്, സ്വാമി പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. അതായത് അതിഥി മന്ദിരമല്ല. യഥാർത്ഥത്തിൽ ഇത് കേരള ഹൗസ് എന്ന് പറയുന്നത് മിനി സെക്രട്ടേറിയറ്റ് ആണ്. അതായത് കേരള ഗവൺമെന്റിന്റെ ആസ്ഥാന മന്ദിരമാണ്, പ്രതിനിധി മന്ദിരമാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നയപരവും ഭരണപരവുമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഭരണസ്ഥിരാകേന്ദ്രം കൂടിയാണ് കേരള ഹൗസ്. അത്തരത്തിലുള്ള ഒരു ഭരണസ്ഥിരാകേന്ദ്രത്തിലേക്ക്, അത് ട്രാവൻകൂർ രാജാവിന്റെ കാലം മുതൽ കേരള ഗവൺമെന്റിന് സ്വന്തമായിട്ടുള്ള ഭൂമി കൂടിയാണ്. അത് ആരുടെ ഔദാര്യത്തിലല്ല.
അതായത് പണ്ട് നമ്മുടെ കേരളത്തിന്റെ പൈതൃകമുള്ള ഭൂമിയാണ്. ആ ഭൂമിയിൽ നമ്മൾ കെട്ടിപ്പടുത്തിരിക്കുന്ന ഒരു ആസ്ഥാന മന്ദിരമാണ്. ആ മന്ദിരത്തിലേക്ക് ഡൽഹി പോലീസ് ഇതുപോലുള്ള ഒരു കാരണം പറഞ്ഞിട്ട്, ഫ്ലിംസിയായ ഒരു കാരണം പറഞ്ഞിട്ട് ഇരച്ചു കയറി എന്നുള്ളതാണ് ഒരുപക്ഷെ ഏതൊരു മലയാളിയുടെയും രക്തത്തിൽ തിളപ്പിക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള ഹൗസിന്റെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഡൽഹിയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ എംപിമാരും അതുപോലെ മന്ത്രിമാരും കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ആ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഡൽഹിയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പത്രപ്രവർത്തകരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണത്. അത്തരത്തിലുള്ളൊരു സ്ഥലമാണ്. അതാണ് നമ്മൾ ഞെട്ടിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു ഒബ്സ്ക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാമത്തില് ഒരു സാധാരണ ഒരു ചേരി പ്രദേശത്തുള്ള ഒരു ചെറിയ ഹോട്ടലിലേക്ക് ഒരു പോലീസ് സംഘം വന്നു എന്നുള്ളതല്ല. ഇത് ഈ ഒരു സ്ഥലത്തിന്റെ പ്രാധാന്യം, അതും അത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ സൗത്ത് ബ്ലോക്ക്, അതായത് ഡൽഹി ഭരണകൂടത്തിൽ നിന്ന് ഏതാനും മീറ്ററുകൾ, ഒരു കിലോമീറ്റർ പോലും ഇല്ല, അത്രത്തോളം സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള മലയാളികളുടെ അഭിമാനമായിട്ടുള്ള മലയാളികളുടെ മിനി സെക്രട്ടേറിയറ്റ് ആയിട്ടുള്ള കേരള ഹൗസിലേക്ക് ഇത്തരം ഒരു കാരണം പറഞ്ഞിട്ട് ഡൽഹി പോലീസ് അവിടെ നൂറുകണക്കിന് അക്രമങ്ങൾ സ്ത്രീകൾക്കെതിരെയും മറ്റുള്ളവർക്കെതിരെ നടക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തേക്കൊന്നും ഇരച്ചു കയറി പോകാൻ അല്ലെങ്കിൽ പോകാൻ പോലും താല്പര്യം കാണിക്കാത്ത ഡൽഹി പോലീസ് ഏതോ മാംസത്തിന്റെ അല്ലെങ്കിൽ അടുക്കളയിൽ വേവുന്നൊരു മാംസത്തിന്റെ നിറത്തെക്കുറിച്ചും രുചിയെക്കുറിച്ചും ആലോചിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് ഇരച്ചു കയറി എന്ന് പറയുന്നതും അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം. സോമി, ശ്രീ ജോൺ ബ്രിട്ടാസ് ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ദില്ലി പോലീസ് ഇത്തരത്തിൽ കേരള ഹൗസിൽ ഒരു റെയ്ഡ് നടത്തി എന്നതിന്റെ പേരിൽ ഇന്നിപ്പോൾ അവിടെ ബീഫ് വിളമ്പുന്ന നിരോധനത്തിലേക്ക് ക്യാന്റീൻ അധികൃതർ എത്തിയിരിക്കുന്നു. അത്തരത്തിലൊരു നടപടിയുടെ ആവശ്യമുണ്ടായിരുന്നോ? സ്വാമി, ഇതിന്റെ ഒരു ഡെവലപ്മെന്റ്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന്റെ മന്ദിരത്തിലാണ് ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടൽ കോപ്രായം നടന്നതെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ ഭരണാധികാരികൾ ആ നിമിഷത്തിൽ പ്രതിഷേധിച്ചേനെ. കേരള സർക്കാരിന്റെ മൗനമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കുറ്റകരമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേരളത്തിന്റെ ഏതെങ്കിലും മന്ത്രി ഇത് സംബന്ധിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളെയൊക്കെ ഞെട്ടിക്കുകയാണ്. വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഭവനിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. ബീഹാറിന്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ആത്മാഭിമാനം, ഇപ്പം ബീഹാറി എന്നുള്ള ഒരു പദപ്രയോഗം നടത്തിയതിന്റെ പേരിലാണ് ഇപ്പൊ നരേന്ദ്രമോദി ബീഹാർ തോൽക്കാൻ പോകുന്നത്. ഇവിടെ കേരള ഗവൺമെന്റിന്റെ ഒരു മിനി സെക്രട്ടേറിയറ്റിൽ ഇതുപോലൊരു കാരണം പറഞ്ഞിട്ട് ഡൽഹി പോലീസ് ഇരച്ചു കയറിയിട്ട് ഇതുവരെ നമ്മുടെ ഭരണകൂടം നിശബ്ദത പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം സ്വാമി ചൂണ്ടിക്കാണിച്ചത്, ഈ പോലീസ് കയറിയതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ അവിടെയുള്ള ബീഫ് വിൽപ്പന നിർത്തിവെച്ചെന്നുള്ളതാണ്. അത് രണ്ടാമത്തെ പ്രഹരമാണ്. ഇതിനു മുമ്പും ഇതുപോലുള്ള ടെൻഡൻസീസ്, അതായത് കേരള ഹൗസിൽ ഇപ്പോൾ ചുമതല വഹിക്കുന്ന പല ഉദ്യോഗസ്ഥന്മാർക്കും ഈ പറഞ്ഞ സംഘ് പരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നുള്ളതിന്റെ തെളിവുകളുണ്ട്. ഒരു വർഷം മുമ്പ്, എന്റെ അറിവ് ശരിയാണെങ്കിൽ, ഒരു വർഷം മുമ്പ് യാതൊരു പ്രകോപനവുമില്ലാതെ അവിടെ ബീഫിന് നിരോധനം ഏർപ്പെടുത്തി. പിന്നീട് പ്രതിഷേധങ്ങൾ വന്ന ശേഷമാണ് ആ ബീഫ് പുനഃസ്ഥാപിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിൽ കേരള സർക്കാരിന്റെ മൗനവും അതുപോലെ തന്നെ കേരള ഹൗസിന് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഈ പറഞ്ഞ വലതുപക്ഷ വ്യതിയാനവും കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോമി, ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ദില്ലി പോലീസ് മിതത്വം പാലിക്കണമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജോൺ ബ്രിട്ടാസ്, സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ലേ? ഈ സംഭവത്തെ തിരുത്താൻ സാധിക്കില്ലേ? ഇത് ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞാൻ കണ്ടില്ല. പക്ഷെ സ്വാമി പറഞ്ഞ പ്രകാരമുള്ള പ്രതികരണമാണെങ്കിൽ അതിന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു പദമുണ്ട്, ഷണ്ടത്വം എന്ന് പറയും. മിതത്വം. എന്താണ് മിതത്വം എന്ന് ഉദ്ദേശിക്കുന്നത്? അടുക്കള വരെ കയറാൻ പാടില്ലായിരുന്നു, വരമ്പത്ത് വരെ കയറിയാൽ മതി എന്നാണോ? ഇത് മിതത്വം പാലിക്കേണ്ട വിഷയമല്ല. ഡൽഹി പോലീസ് അതിക്രമം കാണിച്ചിരിക്കുന്നു. ഈ അതിക്രമത്തെ കേരളവും കേരള സർക്കാരും വെച്ച് പൊറിപ്പിക്കില്ല എന്നുള്ള അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമുള്ള ഒരു പ്രതികരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ജനത പ്രതീക്ഷിക്കുന്നത്. ഡൽഹി പോലീസിന്റെ മിതത്വം എന്താണ്? മിതത്വം ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഡൽഹി അങ്ങോട്ട് ഇരച്ചു കയറാൻ പാടില്ലായിരുന്നു, അല്പം സ്പീഡ് കുറച്ച് കയറണമായിരുന്നു, അല്ലെ അടുക്കള വരെ കയറാൻ പാടില്ലായിരുന്നു, കൗണ്ടർ വരെ പോയാൽ മതിയായിരുന്നു. ഇതാണോ മിതത്വം ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ഒരു എന്താ പറയണ്ടത്, ഹോൾ ഗാമറ്റ് ഓഫ് ഇഷ്യൂസ്, ഇതിന്റെ ഈ ഒരു സ്ഥിതിയുടെ ഒരു ഗൗരവം ബോധ്യപ്പെടുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും തങ്ങുന്നൊരു സ്ഥലമാണിതെന്നും കൂടി അദ്ദേഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ മുകളിലുള്ള ഒരു കടന്നാക്രമണമാണ് നടന്നിരിക്കുന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നില്ല. ഒരു ചെറിയ ഒരു ഈഗോ പ്രശ്നത്തിന് മുകളിൽ സംസ്ഥാനങ്ങളിൽ എത്രയോ ഭരണകൂടങ്ങൾ കടപുഴകി പോയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാമർശം രാജീവ് ഗാന്ധി നടത്തിയതിന്റെ പേരിലാണ് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് തറപറ്റിപ്പോയത്, അല്ലെങ്കിൽ രാമറാവു എന്നുള്ള പ്രതിഭാസമുണ്ടായത്. അതുപോലുള്ള ഒരു ആത്മാഭിമാനത്തിന് മുകളിലുള്ള കടന്നുകയറ്റം നടക്കുമ്പോൾ കേരളത്തിന്റെ ഭരണത്തലവൻ പറയുകയാണ് മിതത്വം പാലിക്കണമായിരുന്നു. മിതത്വമല്ല, ഡൽഹി പോലീസിന്റെ ഈ അതിക്രമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് യഥാർത്ഥത്തിൽ നോട്ടീസ് നൽകുകയാണ് ചെയ്യേണ്ടത്, നിവേദനം നൽകുകയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രതിനിധി സംഘത്തെ ഡൽഹിയിലേക്ക് അയക്കണം. അത്രത്തോളം ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. സ്വാമി, ഇത്തരത്തിൽ വലിയൊരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാനാകും ഈ വിഷയത്തിൽ? ഇത്തരത്തിലുള്ള ഇതൊരു യഥാർത്ഥത്തിൽ ഇതൊരു ഫെഡറലിസ്റ്റിന്റെ പ്രശ്നം കൂടിയാണ്. അതായത് കേന്ദ്ര സംസ്ഥാന വിഷയമാണ്. അതായത് രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള വിനിമയത്തിന്റെയും കൂടി ഒരു പ്രശ്നമാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്തിന്റെ അധിപന്മാർ ബന്ധപ്പെട്ട ഗവൺമെന്റുകളോ ഏജൻസികളുമായിട്ടോ ആ വിഷയം ടേക്കപ്പ് ചെയ്യണം. യാതൊരു തരത്തിലുള്ള ഇതുപോലുള്ള മിതത്വം, ഈ പറഞ്ഞ മിതത്വം പോലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ട് നിന്നും തലയൂരുകയല്ല ചെയ്യേണ്ടത്. ഇതിന്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ടുകൊണ്ട് ഡൽഹി പോലീസ് നിലയ്ക്ക് നിർത്താനും ഡൽഹി പോലീസിൽ നിന്ന് ഒരു മാപ്പപേക്ഷയെങ്കിലും വാങ്ങാനുള്ള ഒരു തന്നെയാണ് കൊണ്ട് കാണിക്കണം. അതായത് ചെയ്തത് തെറ്റായി പോയി, ഇങ്ങനെയുള്ള കടന്നാക്രമണം ഞങ്ങൾ നടത്തി ശരിയല്ല. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അത് സംബന്ധിച്ചുള്ള ചർച്ചകളും കൂടിയാലോചനകളും വേണമായിരുന്നു. അഥവാ അത് സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അധികൃതർക്ക് ഫോർവേഡ് ചെയ്യണമായിരുന്നു. അതായത് അത്തരം ഒരു പരാതി, അതായത് കേരള ഹൗസിന്റെ ക്യാൻറ്റീനിൽ ഇതുപോലുള്ള വിൽപ്പന ഉണ്ട് എന്നറിഞ്ഞാൽ ഒരു വിഷമവുമില്ല. അവിടെ റെസിഡന്റ് കമ്മീഷണറെ അല്ലെങ്കിൽ അവിടെയുള്ള ബന്ധപ്പെട്ട അധികൃതരെ വിളിച്ചിട്ട് ഇങ്ങനെ പരാതി ഉണ്ട്, നിങ്ങൾ പരിശോധിക്കണമെന്ന് പറയാമായിരുന്നു. വേണമെങ്കിൽ റെസിഡന്റ് കമ്മീഷണർക്ക് വേണമെങ്കിൽ തന്നെ അവിടെ വിൽക്കുന്ന മാംസത്തിന്റെ ഒരു സാമ്പിൾ വേണമെങ്കിൽ ലബോറട്ടറിയിലേക്ക് അയക്കാമായിരുന്നു. എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. ഈ മാർഗങ്ങളൊന്നും അവലംബിക്കാതെ, അതൊന്നും പാലിക്കാതെ ഒരു സംസ്ഥാന സർക്കാരിന്റെ മിനി സെക്രട്ടേറിയറ്റിലേക്ക് ഡൽഹി പോലീസ് ഇരച്ചു കയറുന്നു. മലയാളിയുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നു. അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രി പറയുന്നത് മിതത്വം പാലിക്കണമായിരുന്നു. ഇങ്ങനെ മുഖ്യമന്ത്രി പറയുന്ന പോലെ മലയാളികൾ മിതത്വം പാലിക്കാൻ തയ്യാറാകില്ലെന്നാണ് എന്റെ പക്ഷം. വളരെയധികം നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ MP രാജേഷ് MP കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. MP രാജേഷ്, ഇവിടെ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെ തുടങ്ങിയാണ്. മലയാളികളുടെ ആത്മാഭിമാനത്തിന് ഏറ്റ വലിയൊരു ക്ഷതം. കേരളത്തിന്റെ ആസ്ഥാന മന്ദിരമായ ദില്ലിയിലെ കേരള ഹൗസിൽ ബീഫ് നിരോധനം വന്നിരിക്കുന്നു. ഇന്നലെ ഇത്തരത്തിൽ ദില്ലി പോലീസിന്റെ ഒരു റെയ്ഡ് നടന്നു എന്ന പേരിൽ ഇത്തരത്തിൽ ഒരു നിരോധനം വരുത്തേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇത് മലയാളികളുടെ ആത്മാഭിമാനത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് എന്ന് മാത്രമല്ല, ജനാധിപത്യ രാജ്യം എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ പോലും ലജ്ജ തോന്നിപ്പിക്കുന്ന സംഭവമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. കാക്കിയിട്ട പോലീസുകാരുടെ ബൂട്ട് ഏത് നിമിഷവും നിങ്ങളുടെ അടുക്കളയിലേക്ക് വരെ ആ ബൂട്ടിന്റെ ശബ്ദം എത്തിച്ചേരാം. നിങ്ങളുടെ അടുക്കളയിലെ ഭക്ഷണച്ചട്ടയിൽ വരെ പോലീസുകാരോ അല്ലെങ്കിൽ RSS സ്വയം സേവകരോ വന്ന് കൈയിട്ട് വാരാം എന്ന സ്ഥിതിവിശേഷം തീർച്ചയായിട്ടും ഭീതിതമാണ്, അപമാനകരമാണ് എന്ന് മാത്രമല്ല ഭീതിതമാണ്. ഏത് തരത്തിലുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നടുക്കമുളവാക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് മുഖ്യമന്ത്രിയും ഗവൺമെന്റും കേരള ഗവൺമെന്റും സ്വീകരിക്കുന്ന സമീപനം അതിനേക്കാൾ അപമാനകരമാണ്. ഇവിടെ കേരള ഗവൺമെന്റ് ആ പോലീസുകാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടണ്ടേ? മിതത്വം പാലിക്കണമെന്ന് ഉമ്മൻചാണ്ടി ആരോടാണ് ആവശ്യപ്പെടുന്നത്, ഉപദേശിക്കുന്നത്? ഇവിടെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് റെസിഡന്റ് കമ്മീഷണറുടെ അനുമതിയില്ലാതെ അന്യായമായും നിയമവിരുദ്ധമായിട്ടും ഭീകരരെയൊന്നും ഒളിപ്പിച്ചിട്ടില്ലല്ലോ കേരള ഹൗസിൽ. അവിടെ എന്നായിരുന്നല്ലോ പരാതി. ആ പരാതി കൈകാര്യം ചെയ്യേണ്ട രീതി ഇങ്ങനെയായിരുന്നു. പോലീസുകാർ അടുക്കളയിൽ വന്ന് പരിശോധിക്കുകയാണ്. അതിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് പരാതി കൊടുക്കണം, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണണം, റെയ്ഡിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നടക്കമുള്ള നടപടികൾ വേണമെന്ന് കേരളം ശഠിക്കണം. വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ആസ്ഥാനത്ത്, ഇപ്പൊ തമിഴ്നാട് ഹൗസിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഇങ്ങനെ സംഭവിച്ചാൽ എന്താകുമായിരുന്നു പ്രതികരണം? അപ്പൊ കേരള സർക്കാരിന്റെ കൊള്ളരുതായ്മയും കഴിവുകേടും കൂടിയാണ് ഇവിടെ വ്യക്തമായി തീരുന്നത്. ഗോവധ നിരോധനം ഉൾപ്പെടെയുള്ള RSS അജണ്ടയെ അംഗീകരിക്കുന്ന ഉമ്മൻചാണ്ടി നിലപാട് കൊണ്ടാണ് ഇത്തരമൊരു ധാർഷ്ട്യത്തിനുള്ള ധൈര്യം
ഡൽഹി പോലീസിന്, കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസിന് വന്നിട്ടുള്ളത്. അങ്ങനെ പോലീസ് ആരുടെയും അനുമതിയില്ലാതെ കയറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കേരളത്തിന്റെ ആസ്ഥാനത്തിൽ നിയമവിരുദ്ധമായിട്ട് പോലീസ് കയറണ മന്ത്രാലയത്തിലെ ഉന്നതരുടെ ഉത്തരവുണ്ടായിരിക്കണം, അനുമതി ഉണ്ടായിരിക്കണം. അവരുടെ അനുമതി ഇല്ലാതെയാണെങ്കിൽ ഇതിനകം ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കുമായിരുന്നു. നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഡൽഹിയിൽ നടന്നിട്ടുള്ളത്. സാധാരണ എവിടെയെങ്കിലും പോലീസ് പരിശോധിക്കുന്നത് പോലെയല്ല, കേരളത്തിന്റെ ആസ്ഥാനത്താണ് പരിശോധന നടന്നിട്ടുള്ളത്. അവരുടെ അനുമതി ഇല്ലാതെയാണെങ്കിൽ സ്വമേധയാ ഇതിനകം നടപടിയെടുക്കുമായിരുന്നു. നടപടി ഉണ്ടായിട്ടില്ല. കേരള സർക്കാരിനാണെങ്കിൽ ഒരു പരാതിയും ഇക്കാര്യത്തിലില്ല. ഇത് ശക്തമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടണം. അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ പ്രശ്നം വളരെ ഗൗരവമായിട്ട് പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കും. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് സമാധാനം പറയും. ശ്രീ എം പി രാജേഷ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കേരള ഹൗസിൽ കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് നടത്തിയ ഒരു പരിശോധനയുടെ പേരിൽ ഇത്തരത്തിൽ ബീഫ് നിരോധിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ദില്ലി പോലീസ് മിതത്വം പാലിക്കണമെന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കേരള ഹൗസിന്റെ മേൽ ഒരു അധികാരവുമില്ലേ? അദ്ദേഹത്തിന് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ലേ? ചോദ്യത്തിന്റെ അവസാന ഭാഗം എന്തായിരുന്നു? മുഖ്യമന്ത്രിക്ക് കേരള ഹൗസിനോട് ആവശ്യപ്പെട്ട് ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ വരുത്താമായിരുന്നല്ലോ. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഒരു റെയ്ഡ് നടത്തി എന്നതിന്റെ പേരിൽ ഇന്ന് കേരള ഹൗസിൽ ഇന്ന് മുതൽ ബീഫ് കറി വിളമ്പുന്നില്ല എന്ന് ക്യാന്റീൻ അധികൃതർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരള സർക്കാരിന്റെ കൂടി നിലപാടാണ് ഇതിൽ കാണുന്നത്. എങ്ങനെയാണ് കേരള ഹൗസ് അധികൃതർ അങ്ങനെ തീരുമാനമെടുക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ആലോചിക്കാൻ തീരുമാനമെടുക്കാൻ പറ്റും. ഇവിടെ സംസ്ഥാന സർക്കാർ നയം ഇപ്പൊ വ്യക്തമാക്കണം, നിലപാട് വ്യക്തമാക്കണം. ഈ ഭീഷണിക്ക്, RSSന്റെ ഭീഷണിക്ക് വഴങ്ങി, കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് വഴങ്ങി കേരള ഹൗസിൽ ബീഫ് വിൽപ്പന നടത്തേണ്ട, അതിന് കീഴടങ്ങാനാണോ സംസ്ഥാന സർക്കാരിന്റെ നിലപാട്? അതോ ബീഫിന് നിരോധനം ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ, RSS ഭീഷണിക്ക് വഴങ്ങിയിട്ട് ബീഫ് പോലും പാടില്ല എന്ന് കേരള ഗവൺമെന്റ് അംഗീകരിക്കുകയാണോ? അല്ലെങ്കിൽ കേരള ഹൗസ് അധികൃതർക്ക് നിർദ്ദേശം നൽകണം ആ തീരുമാനം പിൻവലിക്കാൻ? വളരെയധികം നന്ദി ശ്രീ എം പി രാജേഷ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.